ഹലോ ആൾ ഡോട്ട് നെറ്റ് കോറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മളെ ഡോട്ട് നെറ്റ് കോറിലെ പ്രോഗ്രാം ഫയലിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇപ്പം ക്രിയേറ്റ് ചെയ്ത പുതിയ പ്രോജക്റ്റിലെ മിക്കവാറും എല്ലാ ഫോൾഡറിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഫയലാണ് പ്രോഗ്രാം ഫയൽ. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം ഫയലിനകത്ത് എന്തെല്ലാം ഡീറ്റെയിൽസ് ആണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് വെർഷനിൽ ഇതിനകത്ത് കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. നമ്മൾ പഴയ വെർഷൻ ഡോട്ട് നെറ്റ് കോറിൻ്റെ പഴയ വെർഷനിൽ വർക്ക് ചെയ്തവർക്കറിയാം. അവിടെ അവർക്ക് 2 ഫയൽസ് ഉണ്ടായിരുന്നു മെയിനായിട്ട്. പ്രോഗ്രാം ഫയൽസ് കൂടാതെ സ്റ്റാർട്ടപ്പ് ക്ലാസ് എന്ന് പറയുന്ന ഒരു ക്ലാസ് കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ വെർഷനിനകത്ത് സ്റ്റാർട്ടപ്പ് ക്ലാസ് അവർ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടപ്പ് ക്ലാസ്സിനകത്ത് ഉള്ള ഡീറ്റെയിലും പ്രോഗ്രാമിലുള്ള ഡീറ്റെയിലും കൂടെ ഒരുമിച്ച് പ്രോഗ്രാം എന്ന് പറയുന്ന ക്ലാസ്സിനകത്താക്കി എല്ലാ ഡീറ്റെയിലും ഇപ്പോൾ നമ്മൾ പ്രോഗ്രാം എന്ന് പറയുന്ന ക്ലാസ്സിനകത്താണ് എഴുതുന്നത്. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ക്ലാസ്സിൻ്റെ ആവശ്യം ലേറ്റസ്റ്റ് വെർഷനകത്ത് ആവശ്യമില്ല. ഓക്കെ. പഴയ വേർഷനകത്ത് മെയിനായിട്ട് 2 ക്ലാസ്സാണ് ഉണ്ടായിരുന്നത്. ഒന്ന് സ്റ്റാർട്ടപ്പും ഒന്ന് പ്രോഗ്രാം ക്ലാസ്സും. അപ്പോൾ സ്റ്റാർട്ടപ്പ് ക്ലാസ്സിനകത്ത് മെയിനായിട്ട് 2 സെക്ഷൻ ഉണ്ടായിരുന്നത്. കോൺഫിഗർ സർവീസും കോൺഫിഗറും. അപ്പോൾ കോൺഫിഗർ സർവീസിനകത്ത് മെയിനായിട്ട് നമ്മളുടെ സർവീസസ് ആഡ് ചെയ്യും. അതുകൂടാതെ തന്നെ നമ്മൾ ഡിപ്പെൻഡൻസി ഇഞ്ചെക്ഷൻ നമ്മൾ ആഡ് ചെയ്യുന്നത് സർവീസസിനകത്തായിരുന്നു. ഇൻ ദ കോൺഫിഗറിനകത്ത് നമ്മളുടെ പൈപ്പ് ലൈൻസ് മിഡിൽ വെയർസ് നമ്മൾ കോൺഫിഗർ ചെയ്യുന്നത് കോൺഫിഗർ എന്ന് പറയുന്ന സെക്ഷനകത്തായിരുന്നു. ഇത് നമ്മളുടെ പുതിയ ലേറ്റസ്റ്റ് വെർഷനിൽ വരുമ്പോൾ നമുക്ക് സ്റ്റാർട്ടപ്പ് ക്ലാസ് ഇല്ല, പകരം പ്രോഗ്രാം ക്ലാസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ക്ലാസ്സിൽ എഴുതിയിരുന്ന നമ്മൾ കോൺഫിഗർ സർവീസ് കോൺഫിഗർ എന്ന് പറഞ്ഞ 2 സെക്ഷനും ഇതിനകത്ത് അങ്ങനെ സെക്ഷനായിട്ട് ഇതിനകത്ത് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. പകരം കോൺഫിഗർ സർവീസിനകത്ത് നമ്മൾ എഴുതിയിരുന്ന ഡീറ്റെയിൽസ് നമ്മളുടെ ബിൽഡർ സെക്ഷനകത്ത് നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ ഈ ബിൽഡർ സെക്ഷനകത്താണ് നമ്മളുടെ സർവീസസും അതുപോലെ തന്നെ നമ്മളുടെ ഡിപ്പെൻഡൻസി ഇഞ്ചെക്ഷനും എല്ലാം ആഡ് ചെയ്യുന്നത് ഈ ബിൽഡർ സെക്ഷനകത്താണ്. ഇപ്പോൾ ഇവിടെ ഒരു സർവീസ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ, ആഡ് കൺട്രോളർ വിത്ത് വ്യൂസ്. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഡിപ്പെൻഡൻസി ഇഞ്ചെക്ഷനോ ബാക്കി ഡീറ്റെയിൽ പുതിയ സർവീസോ എല്ലാം ഉണ്ടെങ്കിൽ നമ്മളിവിടെ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് സെക്ഷൻ ആയിരുന്നു കോൺഫിഗർ സെക്ഷൻ. ആ സെക്ഷനകത്ത് നമ്മുടെ മിഡിൽ വെയർസ് നമ്മൾ കോൺഫിഗർ ചെയ്തിരുന്നു. അപ്പം ഇവിടെ അങ്ങനെ കോൺഫിഗർ സെക്ഷൻ എന്ന് പറഞ്ഞ സെപ്പറേറ്റ് സെക്ഷൻ ഇല്ല. അതിന് പകരം നമ്മളുടെ മിഡിൽ വെയർസ് നമുക്ക് ഈ സെക്ഷനകത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് പ്രോഗ്രാം ഫയൽ. പ്രോഗ്രാം ഫയലിനകത്ത് മെയിനായിട്ട് നമ്മളുടെ ഡിപ്പെൻഡൻസി ഇഞ്ചെക്ഷനും മിഡിൽ വെയറും കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോഗ്രാം ക്ലാസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ നോക്കാം. ഇപ്പോൾ ഒരു സർവീസ് മാത്രമേ നമ്മളിവിടെ കോൺഫിഗർ ചെയ്തിട്ടുള്ളൂ. കൂടുതൽ നമ്മൾ പ്രോജക്റ്റ് കൂടുതൽ നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് കൂടുതൽ സർവീസ് ഡിപ്പെൻഡൻസി ഇഞ്ചെക്ഷൻ നമ്മളിവിടെ ആഡ് ചെയ്യും. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഒരു ലൈൻ എഴുതിയിട്ടുണ്ട്. ഈ ഡെവലപ്മെന്റ് ആണെങ്കിൽ ഇതിൽ ആദ്യത്തേത് നമ്മൾ എൻവയോൺമെന്റ് ചെക്ക് ചെയ്തിട്ട് അത് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു എക്സെപ്ഷൻ ഹാൻഡ്ലർ പേജിനകത്തേക്ക് റീഡയറക്റ്റ് ചെയ്യാറുള്ളത്. അതായത് നമ്മുടെ ആപ്ലിക്കേഷനകത്ത് എന്തെങ്കിലും എറർ അടിക്കുകയാണെങ്കിൽ ഒരു കോമൺ പേജ് ഉണ്ടാവും, എറർ പേജ് ഉണ്ടാവും, അതിനകത്തേക്ക് റീഡയറക്റ്റ് ചെയ്യാം. ഡെവലപ്മെന്റ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നത്, നമ്മുടെ എറർ നമ്മളെ നമുക്ക് ഒരു അറിയാലോ, ഒരു യെല്ലോ സ്ക്രീൻ വരും. അതിനകത്ത് കംപ്ലീറ്റ് എററിന്റെ ഡീറ്റെയിൽ ഉണ്ടാവും. ആ പേജ് നമുക്ക് കിട്ടും. ഡെവലപ്മെന്റ് ആണെങ്കിൽ അത് കിട്ടും, അല്ലെങ്കിൽ നമ്മൾ കോൺഫിഗർ ചെയ്തേക്കുന്ന എറർ പേജിനകത്തേക്ക് കിട്ടും. അപ്പം ഇത് നിങ്ങൾ ഓർക്കുന്നത്, നമ്മൾ ലോഞ്ച് സെറ്റിംഗ് പറഞ്ഞ സമയത്ത് നമ്മൾ ലോഞ്ച് സെറ്റിങ്ങിനകത്ത് നമ്മൾ ഡെവലപ്മെന്റ് നമ്മൾ എൻവയോൺമെന്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. ആ എൻവയോൺമെന്റിനകത്ത് ഇപ്പം നമ്മൾ എന്താണോ സെറ്റ് ചെയ്യുന്നത്, ആ ഇപ്പം നോക്കിയാൽ നമ്മളിപ്പം സെറ്റ് ചെയ്തേക്കുന്നത് UAT ആണ്. അപ്പോൾ ഇത് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് അല്ല. അപ്പോൾ ആ കേസസിൽ നമുക്ക് എറർ പേജിനകത്തേക്കായിരിക്കും പോകുന്നത്. അതായത് നമ്മളിപ്പോൾ കറന്റിൽ UAT ആണ് കോൺഫിഗർ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഇത് എറർ സ്ക്രീനിനകത്തേക്കായിരിക്കും റീഡയറക്റ്റ് ചെയ്യുന്നത്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ എൻവയോൺമെന്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളിപ്പോൾ UAT ആണ് ചെക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ആപ്പ് ഡോട്ട് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കറണ്ട് നമ്മൾ കോൺഫിഗർ ചെയ്തേക്കുന്ന UAT ആണ്. ബാക്കി നമ്മൾ കുറച്ച് മിഡിൽ വെയർസ് നമ്മൾ ഇവിടെ കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റാറ്റിക് ഫയൽസ്, HTTP റീഡയറക്ഷൻ, റൗട്ടിംഗ്, ഓഥറൈസേഷൻ, ഇതിൻ്റെ എല്ലാം നമ്മൾ മിഡിൽ വെയർ നമ്മൾ ഇവിടെ കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. മിഡിൽ വെയറിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. അതൊരു വലിയ ടോപ്പിക്കാണ്. അതുപോലെ തന്നെ ഇത് നമ്മൾ റൗട്ടിംഗ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നതാണ്. നമ്മൾ പഴയ MVCയിലൊക്കെ വർക്ക് ചെയ്തേക്കുന്നവർക്കറിയാം. റൗട്ടിൻ്റെ ഒരു പേര്, അതിൻ്റെ പാറ്റേൺ, കൺട്രോളറിൻ്റെ പേര്, ഹോം, ആക്ഷൻ ഏതാണ്, നമ്മൾ പാരാമീറ്റർ വല്ലതും ഉണ്ട്, ഇത് ഓപ്ഷനിലാണ്. ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് വെച്ചാൽ ഓപ്ഷനിലാണ്. അപ്പോൾ ഹോം, ഇൻഡെക്സ്, നമുക്ക് ID വല്ലതും ഉണ്ടെങ്കിൽ പാസ് ചെയ്യാം. അപ്പം നമ്മൾ കൺട്രോളറിൽ പോവുകയാണെങ്കിൽ നമ്മുടെ കൺട്രോളറിൻ്റെ പേരെന്താണ്, ഹോം. അപ്പം ഈ കൺട്രോളറിലോട്ടായിരിക്കും ഡീഫാൾട്ട് റൗട്ട് ചെയ്യുന്നത്.
ഫോം ഏത് ആക്ഷനാണ് ഇൻഡെക്സ്. കൺട്രോളറിൽ ഇൻഡെക്സ് എന്ന് പറയുന്ന ആക്ഷനകത്തേക്കായിരിക്കും ഇത് റൗട്ട് ചെയ്യുന്നത്. നമ്മൾ പ്രോജക്റ്റ് കൂടുതൽ ചെയ്യുന്നതിനനുസരിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം പ്രോഗ്രാം ഫയലിനെ പറ്റി ഒരു ഇൻട്രഡക്ഷൻ ആയിട്ട് തരാൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു പുതിയ ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ എത്താം. താങ്ക് യു.